ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറടക്കാൻ അതാപടന്നൊരു സ്വഹാബി ഇങ്ങനെ ചെല്ലുമ്പോൾ ശത്രുക്കൾ മുഴുവനും കാവല് നിൽക്കുകയാണ്. എല്ലാവരും ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പെണ്ണ് വിളിച്ചു പറയുകയാ, ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ എവിടെ നിന്ന് ചോദിക്കുന്ന പെണ്ണ്, ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ുവിന്റെ തലയുണ്ടല്ലോ, അത് വെട്ടിപ്പൊളിച്ചിട്ടു അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്, ഞാൻ നേർച്ച ചെയ്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ആരാ എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. എന്റെ കൂടെ കിടക്കാനുള്ള ഭാഗ്യമാണ്, എന്റെ ശരീരമാണ്. ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. ഒരു പെണ്ണപ്പെടുന്ന് പറയുമ്പോ ചെറുപ്പക്കാര് ഓടുകയാ. ിന്റെ തലമുറിക്കാർ വാളെടുത്തുകൊണ്ട് ഓടുമ്പോ ഈ സഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. മരത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജീവനും കൊണ്ടോടുകയാ. തങ്ങളുടെ തലവെട്ടാൻ പോയവന്മാര് മുഴുവനും പരക്കം പായുന്ന രംഗമാണ് കാണുന്നത്. എല്ലാവരും ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടന്നതെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. സഹാബി അവസാനം മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. സഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കിയ സഹാബാ, ആരാ ഖബറടക്കിയത്? എടാ, ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിയുടെ മയ്യത്ത് ഖബറടക്കിയത് ആരാടാ? ചെറുപ്പക്കാരാ, മോനെ, പ്രതിഫലം വേണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ താങ്ങിയെടുത്തിട്ടു വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ടു ചൂടുവെള്ളത്തിൽ നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, അവിടെ നിന്ന് ഉളവെടുപ്പിക്കുമല്ലോ. എന്നിട്ട് കൊച്ചുകുട്ടികളെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നത് പോലെ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ കത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്നെ കൊണ്ട് മലർത്തി കിടത്തുമല്ലോ ചെറുപ്പക്കാരാ. എന്നിട്ട് റബ്ബേ, കുറച്ചു പഞ്ഞികളെടുത്തിട്ടു സുഗന്ധം തേച്ചിട്ടു നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ,
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികിടത്ത് വെച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ 3 കഷ്ടം തുണിയിൽ നിന്നെ വരിഞ്ഞു കെട്ടികെട്ടു. ഈ പള്ളിയിൽ നിന്നുകൊണ്ട് വീടിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിന്റെ അകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമല്ലോ. നമസ്കരിച്ച ചെറുപ്പക്കാരാ, നമസ്കരിച്ച വാപ്പാ, ഈ പള്ളി തികയൂല. മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി തികയൂല. ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയും പരിസരവും മുഴുവനും നിറയുകയാ. ഈ പള്ളിയും പരിസരം മുഴുവനും കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലോ നമസ്കരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ ആള് നിറയുകയാ. ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, കേന്ദ്രമന്ത്രിമാരല്ല, പടച്ചവനെ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, MLA അല്ല. പിന്നെ ആര് വരുമെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. അവര് വരുമടാ ചെറുപ്പക്കാരാ. നമസ്കരിച്ച വാപ്പാ, നിന്റെ മയ്യത്ത് കബറടക്കോ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ അതിനല്ലേ മോനെ മരണമെന്ന് പറയുന്നത്? അതിനാടാ മരണമെന്ന് പറയുന്നത്. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബതിഗാ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ അങ്ങനെ മരിക്കണേ ഉമ്മ, മരിച്ചാൽ അങ്ങനെ മരിക്കണം. ഈ പള്ളിയില് കാലുകുത്താ സ്ഥലമില്ല. 5 വഖത്ത് നിസ്കരിച്ച വാപ്പാടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മലക്കുകളെ കബറടക്കി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 4ാമത്തെ പ്രതിഫലമാണ്. 5ാമത്തെ പ്രതിഫലമെന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൂടെ നടക്കാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹു 5 പ്രതിഫലം നൽകും. 1 മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. 2 അല്ലാഹു നല്ല മരണം തരും. 3 മരിക്കുന്ന സമയം മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. 4 മയ്യത്ത് നമസ്കരിക്കാൻ 70,000 മലക്കുകൾ വരും. 5 മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഇതിനെക്കാളും പ്രതിഫലം പറഞ്ഞു തരാൻ എന്റെ കയ്യിലില്ല. അല്ലാഹു മരിക്കുന്ന കാലം വരെ 5 വഖത്ത് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കും, സുജൂദുകൾ അധികരിപ്പിക്കുക. ഇപ്പൊ ഫർദ് മാത്രമേ നിസ്കരിക്കത്തുള്ളൂ. അങ്ങോട്ട് കയറും, ഇഖാമത്ത് കൊടുക്കുമ്പോ ചാടി കയറും, സലാം വീട്ടും, ഓടുക. പിന്നെ എന്തിനാടാ മോനെ സുന്നത്ത് അല്ലാഹ് വെച്ചിരിക്കണേ? എന്തിനാ സുബ്ഹിക്ക് മുമ്പ് 2, ദുഹ്റിന് മുമ്പും ശേഷവും, അസറിന് മുമ്പ്, മഗ്രിബിന് ശേഷം, ഇശായിക്ക് മുമ്പും ശേഷവും 2, 4 ആയിട്ടല്ല കാണാനല്ലല്ലോടാ വെച്ചേ. അത് പള്ളിയിലെ ഇമാമിന് മാത്രമുള്ളല്ലോ, പള്ളിയിലെ പ്രായമുള്ളവർക്ക് മാത്രമല്ലല്ലോ, അത് എല്ലാവർക്കും നിസ്കരിക്കാനുള്ളതാ. അപ്പൊ ചോദിക്കും, ഉസ്താദെ അത് സുന്നത്തല്ലേ ഉസ്താദെ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ
ആരാ പറഞ്ഞേ? നിനക്ക് സുന്നത്തിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ, നിനക്ക് സുന്നത്തിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുന്നത്ത് നമസ്കാരത്തിന് വലിയ പ്രതിഫലമാ. ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്ന് മഹാനായ അബൂ നാസർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരത്തിന് എത്ര വർഷത്തെ ഇബാദത്തിന്റെ കൂലി? ഒന്ന് പറ, എത്ര വർഷത്തെ ഇബാദത്തിന്റെ കൂലി? 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നിസ്കരിച്ച. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിസ്കരിക്കോ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. രാത്രിയിലല്ല, പോകണ്ട, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്കാണെങ്കിൽ പെട്ടുപോയില്ലേ? ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെയും നിസ്കരിക്കാൻ പറ്റൂ. ആ നമസ്കാരം ഏതാ? ഇന്നിന് നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, നാളെ മാത്രമേ ഇനി നിസ്കരിക്കാൻ പറ്റൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിസ്കരിക്കോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. എന്നും വേണമെന്ന് ഞാൻ പറയണില്ല, വല്ലപ്പോഴെങ്കിലും. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇരുന്നോട്ടെ. ഇപ്പൊ കാലുവേദന എടുക്കണം, ഇരുന്നോട്ടെ. പ്രയാസമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനും ഇരിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്നിട്ട് അടുത്തിരുന്നു ഇൻഷാ അല്ലാഹ്. എല്ലാവരും അടുത്തിരിക്കണം. ദുആ ചെയ്യുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട ഓന്തോടി എവിടെ വരെ ഓടും. നല്ല തിളച്ച നരകത്തിന്റെ തീ എന്തായിരിക്കും അള്ളാഹു വരെ. ഈ തിളച്ച വെള്ളം തരുമ്പോ തന്നെ എല്ലാം ഉരുകുന്നു. നാളെ നരകത്തിലൊരു വെള്ളം ഉണ്ടെന്നോ, എടുത്തങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ആകട്ടെ. ഇവിടെ സ്വർഗത്തിലുണ്ട്.
അവ്വാബി നിസ്കാരം തന്നെ വാപ്പ. പ്രായമുള്ളവർക്കേ അറിയൂ. പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ തറാവി നിസ്കരിക്കുന്നവരാണ് എന്തെങ്കിലും ചെറുപ്പക്കാർ. കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവ്വാബി നമസ്കാരം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം ഒരു നമസ്കാരമുണ്ട്, അവ്വാബി നമസ്കാരം. 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ സുന്നത്ത് നിസ്കാരം. ഇനി നാളെ വന്നിട്ട് അതിന്റെ നിയ്യത്ത് എന്താന്ന് പറഞ്ഞു ഉസ്താദന്മാരെ കുടിക്കേക്കരുത്. സുന്നത്ത് സ്വല്ലാര്യം പറഞ്ഞേക്കാം. സംശയം കൂടുതലാണ് നിങ്ങൾക്ക്. അള്ളാഹു അവരുടെ സംശയം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവ്വാബി നമസ്കാരം ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചൂടെ? അപ്പൊ എന്ത് ചെയ്യണം? സുന്നത്തുകൾ അധികരിപ്പിക്കുക. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 12 റക്അത്ത് സുന്നത്ത് കൊണ്ട് എന്നെ ആരെങ്കിലും സഹായിച്ച, അവര് പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മുത്തുനബി പറഞ്ഞത്, എന്നെ സഹായിച്ച ഞാൻ അങ്ങോട്ട് സഹായിക്കാം, സ്വർഗം നൽകിയിട്ട്. ഏതാ 12 റക്അത്ത്? സുബഹിക്ക് മുമ്പുള്ള പറ. 12 റക്അത്ത് ഏതാ? സുബഹിക്ക് മുമ്പുള്ള 2. പിന്നെ ളുഹറിന് എത്ര ഉണ്ട്? മുമ്പെത്ര? 4. ശേഷം എത്ര ഉണ്ട്? എത്രയാവട്ടെ. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിക്ക് ശേഷം 2, 12. ഈ 12 റക്അത്ത് സുന്നത്ത് കൊണ്ട് നീ സഹായിക്ക്, നിനക്ക് സ്വർഗം നൽകി മുത്തുനബി സഹായിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ കഴിവിന്റെ പരമാവധി സുജൂദ് ചെയ്യും. എന്റെ വാപ്പാമാരോട് എനിക്ക് പറയാനുള്ളത്, നല്ലതുപോലെ കേട്ടോ, എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഇപ്പൊ പള്ളി കയറിയാ കാണാം മരിച്ച വീട്ടിൽ ഇട്ടിരിക്കണ പോലെ 2 സഫ് കസേര. അള്ളാടെ പള്ളിക്കകത്ത് കയറിയാ കാണാം 2 സഫ് കസേരകളിക്കുള്ളതാ. കസേര നിസ്കാരത്തിന്റെ കാലം. ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം ശരിയാവോ? നിങ്ങൾ പഠിക്കു സഹോദര, പഠിക്ക്. നിന്റെ ചിലര് വിചാരിച്ചിരിക്കുന്നത് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിൽ നിസ്കരിക്കണമെന്നാണ്. ഇതാരാ പഠിപ്പിച്ചെന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, കസേരയിലാണെന്ന് ആരാ പഠിപ്പിച്ചെന്നേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണമെന്നാ പറഞ്ഞേ. തറയിലിരിക്കണം എന്നാ പറഞ്ഞേ. ഇന്ന് ഏതെങ്കിലും പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ഇൻസാൻ തറയിലിരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം കസേരയില്ല. നേരത്തെ വന്ന് പിടിച്ചിട്ടിരിക്കുക. ഈ വാപ്പാടെ മുന്നിൽ 2000-ന്റെ 3 നോട്ടിട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു നോക്കിയേ, ചാടി വീട്. അപ്പൊ കുനിയാൻ പറ്റൂല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുന്ദനായ ഉസ്താദ് അവர்கள் ഇവിടുത്തെ സ്മരണിക നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ഉസ്താദിന്റെ മകൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ബാക്കവി ഒരിക്കൽ പറഞ്ഞു, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രോഗം പിടിച്ചു കിടക്കുന്ന സമയത്തും ഇങ്ങനെ കയറിൽ തൂങ്ങി നിന്നിട്ട് നിസ്കരിച്ച്. ഒരു കയറുണ്ട്, ചെല്ലുമ്പോ കാണാൻ വീട്ടില് ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അമ്പുറത്തൊക്കെ പോകുമ്പോ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയറ് കാണാം. ഇതിങ്ങനെ തൂങ്ങി നിന്നിട്ട് നിസ്കരിക്കും. മോനൊരിക്കൽ ചോദിച്ചു, വാപ്പാ കസേരയിൽ നിസ്കരിച്ചൂടെ? നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ മോനെ? ചോദിച്ച ചോദ്യം, കസേരയിൽ ഇരുന്നിട്ട് സുജൂദ് ചെയ്താൽ ശരിയാകുമെന്ന് നീ എവിടെയെങ്കിലും കിതാബി കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. സാധാരണ ആളൊന്നുമല്ല. പറഞ്ഞു ആരെന്നറിയോ? മഹാനവറുകൾ പടച്ചവനെ ഒരു ദിവസം നോക്കുമ്പോ വീടിന്റെ മുൻഭാഗമൊക്കെ ആളെ നിർത്തിയിട്ട് വൃത്തിയാക്കാം. വീടിന്റെ മുൻഭാഗം മുഴുവനും ഒരാളെ നിർത്തിയിട്ട് വൃത്തിയാക്കുന്നു. അപ്പൊ മകൻ ചോദിച്ചു, എന്തേ വാപ്പ കല്യാണം വല്ലതും ഉണ്ടോ? തമാശക്ക് കല്യാണം വല്ല? ഒന്നുമില്ല, അതൊക്കെ മനസ്സിലാവും. അന്ന് വൈകുന്നേരം സമയമായി. ഉസ്താദ് അവറുകൾ ഭാര്യയോട് പറഞ്ഞു, എന്നെ ഒന്ന് കുളിപ്പിക്കാൻ. എന്താപ്പ ഇന്ന് പ്രത്യേകിച്ച്? വേണമെങ്കിൽ കുളിപ്പിച്ചോ, ഇനി പറ്റൂല. കുളിപ്പിച്ചു. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് നിസ്കരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മനസ്സിലായത് എന്തിനാ വീട് വൃത്തിയാക്കിയതെന്ന്. അള്ളാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പാ നീ ചിന്തിക്ക്, സുജൂദിന്റെ പ്രതിഫലം അറിയുമോ? സുജൂദ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ചെയ്ത പാപം മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. സുജൂദിൽ കിടക്കുമ്പോ ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ സുജൂദ് ചെയ്യാൻ പറഞ്ഞേ. നീ കസേരയിൽ ഇരുന്ന് ചെയ്താൽ ശരിയാവോ? അതിനാണോ സുജൂദ് എന്ന് പറയുന്നത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്റെ അടിമ തന്റെ മുന്നിൽ തലകുനിക്കുമ്പോഴാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുഖമില്ലാത്ത വാപ്പയോട് പറയുന്നു, നീ ഇരിക്ക്. ചിലപ്പോ കാല് നീട്ടിയാലേ ഇരിക്കാൻ പറ്റൂ. നീ ഇരുന്നോ? നീ വയ്യാത്തവനല്ലേ? കാലോ കയ്യോ നീട്ടി നീ ഇരുന്നോ?
കിബിലയുടെ നേരെ ഇരുന്നാൽ മതിയല്ലോ. നിസ്കരിക്കുക വാപ്പ, ഒരു സുജൂദെങ്കിലും തറയിൽ ചെയ്യ്, കസേരനൊക്കെ ഒന്ന് മാറ്, ഒന്ന് ശ്രമിച്ചു നോക്ക്, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന്. സുജൂദുകൾ അധികരിപ്പിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ സമയം 11:30 5 കാര്യങ്ങൾ പറയണമെന്ന ആഗ്രഹത്തോടു കൂടിയാ വന്നത്. പക്ഷേ സമയം അത് വല്ലാത്തതാ. ഇപ്പൊ 11:30 എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്ന അടുത്ത കൊല്ലം വല്ലം വയലുണ്ടെങ്കിൽ ഇതുപോലെ കൂടിയിട്ട് ബാക്കി 4 കാര്യം പഠിക്കാം. അള്ളാഹു ആയുസ് നൽകുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നപ്പോൾ അവർ എന്റെ അടുക്കൽ ഒരു ആഗ്രഹം പറഞ്ഞു. എന്റെ അടുക്കൽ ഒരു വലിയൊരു പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു. ഉസ്താദേ, ഒരു ബിൽഡിംഗ് പണിയണം. ഇവിടെ ഒരു വരുമാനമില്ല, എന്തെങ്കിലും ഒരു വരുമാനം. ഈ കടലിൽ പോയി ജീവിക്കുന്ന പാവങ്ങൾ, ഈ നാട്ടിലെ പാവപ്പെട്ടവർ, അവർ തരുന്നത് കൊണ്ടാണ് ഈ പള്ളിയും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദേ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബിൽഡിംഗ് കെട്ടുക എന്ന വലിയൊരു ആഗ്രഹമാവുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ കൊടുക്കും. വെറുതെ കൊടുക്കണ്ട, ആരും ഓസിന് കൊടുക്കണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിർത്തല്ലേ. 5 കാര്യത്തിൽ ഒരെണ്ണം പഠിച്ചു. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയും, ഇല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യും. എന്തു വേണം? ഇരിക്കോ? എന്നാ കൈപൊക്കിക്കേ. കാരണം വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ 11:30 നിർത്താന്ന് പറഞ്ഞാൽ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്താ. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. പറയണോ? വേണോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന 2ാമത്തെ വിഭാഗം യതീമിനെ സ്നേഹിക്കുന്നവർ, യതീമിനെ സഹായിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. യതീമിനെ സ്നേഹിക്കുക, യതീമിനെ സഹായിക്കുക. അതെന്താണെന്ന് മുത്തുനബിക്ക് അറിയാം. കാരണം മുത്തുനബി യതീമായിരുന്നു. ഉപ്പാനെ കണ്ടില്ല, ഉമ്മയെ കാണുന്നതിന് മുമ്പേ ഉമ്മ പോയി. സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് താങ്ങും തണലുമായി നിന്ന് എല്ലാരും പോയി. അതിന്റെ വേദന മുത്തുനബിക്ക് അറിയുന്നത് കൊണ്ടാ പ്രവാചകൻ പറഞ്ഞു, ഹജ്ജ് ചെയ്തവന് ഞാൻ ഇങ്ങനെയെന്നല്ല പറഞ്ഞ്, സദക്ക ചെയ്തവന് ഞാൻ ഇങ്ങനെയെന്നല്ലെന്ന് പറഞ്ഞത്. മുത്തുനബി പറഞ്ഞു, യതീമിനെ സ്നേഹിച്ച അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് യതീമിനെ അറിയാം? യതീമിനെ അറിയണമെങ്കിൽ വീടിന്റെ മുന്നിൽ പിരിവിന് വരണം, പള്ളിയുടെ മുന്നിൽ പിരിവിന് വരണം, അപ്പ അറിയാം. അല്ലെങ്കിൽ പിന്നെ യതീമിനെ അറിയണമെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരണം. അതന്നെ യതീമുമായിട്ടുള്ള ബന്ധം നമുക്കങ്ങനെ. നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ യതീമായ മക്കളുണ്ട്, അറിയില്ല, തിരിഞ്ഞു നോക്കില്ലല്ലോ. എടാ, സ്വന്തം സഹോദരന്റെ മക്കൾ കിടക്കുന്നുണ്ടല്ലോ, തിരിഞ്ഞു നോക്കൂല. സഹോദര, യതീം നിന്റെ വീട് തേടി വരേണ്ടവനല്ല, നീ അവന്റെ വീട് തേടി പോകേണ്ടവനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. യതീമുള്ള ഈ നാട്ടിൽ, ഈ കൊല്ലത്തില് എവിടെയാണ് യതീമിന്റെ വീടുള്ളത് എന്ന് തെരഞ്ഞിട്ട് നീ പോണം. അതാ യതീമിന്റെ മഹത്വം. ഒരു യതീമിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നീയും പെണ്ണും പിള്ളയും കൂടെ തേടി പോയാനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. യതീമിന്റെ മഹത്വം പഠിപ്പിച്ചരട്ടെ. ഒരെണ്ണം, ഒരു യതീമായ ഒരു കുട്ടിയുടെ മഹത്വം ഞാൻ പഠിപ്പിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാ. പാപം ചെയ്യാത്ത ആരുമില്ല. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്തവരാ ഞാനും നിങ്ങളും. എവിടെ കൊണ്ട് കഴുകാൻ വെച്ചിരിക്കുകയാ? ഈ പാപങ്ങൾ മുഴുവനും എവിടെ കൊണ്ട് കഴുകാൻ വെച്ചിരിക്കുകയാ? കഴുകാനുള്ള ഒരു എളുപ്പവഴി സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൽ ആരെങ്കിലും മുത്തം വെച്ചാൽ അവൻ ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കല്ല് മുത്തിയ? ഏത് കല്ല് മുത്തിയ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് മുത്തിയ. ഇത് മുത്തണമെങ്കിൽ എവിടെ പോണം? എവിടെ പോണം? ഉറക്കെ പറ, എവിടെ പോണം? മക്കത്ത് പോയാ മുത്താൻ പറ്റൂന്ന് ആരാ പറഞ്ഞേ? പരിശുദ്ധമായ കഅബാലയത്തിൽ പോയാൽ ഈ കല്ല് മുത്താൻ പറ്റുമോ? ഇതുപോലെ വെറുതെ ഇട്ടേക്കുവാണോ ഓടിപ്പോയി മുത്താൻ? അല്ലല്ലോ. ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിലേക്ക് നിന്റെ ചുണ്ട് ചേർത്ത് വെക്കണമെങ്കിൽ അതിന് അല്ലാഹ് ഇഷ്ടപ്പെടണം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ. കുറച്ചു പേരുടെ കൈ പൊങ്ങുന്നില്ല, പോട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്ന് കൈപൊക്കിയോ ഇവരെ മുഴുവനും മരിക്കുന്നതിന് മുമ്പ് നീ അവിടെ എത്തിക്കണേ അല്ലാഹ്.
ആരൊക്കെ ഈ സദസ്സിലിരുന്ന് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹത്തോടെ കൈപൊക്കിയിട്ടുണ്ടോ അവരെ മുഴുവനും നീ അവിടെ എത്തിക്കണേ തമ്പുരാന്. കൈവെക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല തമ്പുരാന്. അത് തന്നെ, ഞാൻ ഹജ്ജിന് പോകാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പം കൈപൊക്കാത്തവരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടാകും. അതാ എങ്കിലും വാപ്പ ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോകണമെന്നല്ലേ ആഗ്രഹം? അങ്ങനല്ലേപ്പാ? ഹജ്ജ് ചെയ്ത ആൾക്ക് പിന്നെയും പോകണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവുക? കൈവെക്കാത്ത ഏത് കൂട്ടത്തിലാ? ഓൻ എങ്ങോട്ട് പോകാനിരിക്കുന്നു? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പറയാ മനുഷ്യന്മാര് ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോപ്പാ? ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? നിങ്ങൾ പറ, വേണോ വേണ്ടേ? വേണം. ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജിന് പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ബാക്കിയുള്ളവരുടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാ പോകാത്തേട്ടാ. ഈ ഇരിക്കണ ആയിരക്കണക്കിന് ആണും പെണ്ണുണ്ട്. സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ചോദിക്ക്, നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഹജ്ജിന് പോകാത്തെ? വീടിന്റെ അലമാരിക്കകത്ത് വെച്ചിരിക്കുന്നതിന്റെ പകുതി വിറ്റാ മതി ആമിന, പോയിട്ട് വരാം. നിന്റെ വീടിന്റെ മതില് കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. എന്തേ പോകാത്തെ? പൈസ ഇല്ലാഞ്ഞിട്ടാ? പൈസ ഇല്ലാഞ്ഞിട്ടാ? എടാ, എത്ര പേര് ആലോചിച്ചു. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റൂല. 1,24,000 പരം വരുന്ന അമ്പിയ മുർസലീങ്ങൾ, പ്രവാചകന്മാർ, അവര് കാലുകുത്തിയ ആ കഅബാലയത്തിന്റെ മത്താഫിൽ നിന്റെ കാലുകുത്തണമെങ്കിൽ അല്ലാഹ് കരുണ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കരുണ ചെയ്തവർക്കേ പോകാൻ പറ്റൂ. പൈസ ഉണ്ടായിട്ട് പലരും പോയില്ല. ചെരുപ്പ് കുത്തി പോയിട്ട് വന്നപ്പോ, ചെരുപ്പ് പിരിവിന് നടന്നു പോയിട്ട് വന്നു. ഹജ്ജിന് യതീമായവര് പോയിട്ട് വന്നു. എന്തേ നിനക്ക് പറ്റാത്ത? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പൈസ ഉള്ളവനാണ് ഹജ്ജിന് പോകേണ്ടത്. പക്ഷെ ഹജ്ജിന് പോകണമെങ്കിൽ പൈസയെക്കാളും മുകളിൽ വേണ്ടത് പോകാനുള്ള ഒരു ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹ് അവിടെ എത്തിക്കത്തുള്ളൂ. അള്ളാഹു ആ ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറ, പോണോ? കൈവക്ക്, രണ്ടും പൊക്കും. അത്താമാരൊക്കെ അൽഹംദുലില്ലാ. അപ്പൊ ആമിനാത്ത ചോദിക്കും, സിറാജ് വാടക വീട്ടിലാ കിടക്കണേ, 1 മാസത്തെ വാടക കൊടുക്കാൻ വേണ്ടി പെടാ പാടാ. ഞാനിപ്പോ ഹജ്ജിന് പോവായില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹജ്ജിന് പോകണോ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഒരു ദിക്റ് ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ ദിക്റ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ദിക്റ്. 100 വട്ടം ഒന്നും പറയണ്ട. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പറഞ്ഞാൽ പണമുണ്ടോ ഇല്ലേ, അല്ല മരിക്കുന്നതിന് മുമ്പ് നിന്നെ അവിടെ എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ഇത് ഇന്നു മുതൽ അങ്ങ് തുടങ്ങിക്കോ. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹ് അവിടെ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പറഞ്ഞുകൂടെ? ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ? അതെങ്കിലും പറയാൻ മനസ്സുണ്ടോ? വേണോ വേണ്ടേ? ഒന്ന് കൈവക്കി പാസ്സാക്കിക്ക്. 12:30 വരെ അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞുതരാം. അവസാനം ഹജ്ജിന് പോകണം ഉസ്താദ്, എന്റെ വീട് മതി, എനിക്ക് അള്ളാഹുടെ വീട് വേണ്ട. വേണ്ട, ഇരുന്ന് പൊക്കോ. ആ ദിക്റ് കേൾക്കണമെങ്കിൽ അവസാനം വരെ ഇരിക്കും. ഞാൻ പറഞ്ഞത്, ഹജറുൽ അസ്വദ് മുത്തിയാൽ പാവം പൊറുക്കും. അത് മുത്തണമെങ്കിൽ മക്കത്ത് പോകണം. അവിടെ പോകാൻ മുത്താനും പറ്റൂല. പിന്നെ വല്ല എളുപ്പ വഴിയുണ്ടോ നോക്കാം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നാളെ രാവിലെ പടച്ചവനെ ഭാര്യയും ഭർത്താവും ഇന്ന് വീട്ടിൽ പോയിരുന്നിട്ട് ചർച്ചയാണ്. ഇക്കാ, എവിടെയാണ് യതീമുള്ളത്? നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? പെണ്ണേ, നിന്റെ കുടുംബത്തിലുണ്ടോ? പരിസരത്ത് എവിടെയെങ്കിലും യതീമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ ചർച്ചയാണ്. അങ്ങനെ യതീമുള്ള വീട് മനസ്സിലാക്കിയാ നാളെ രാവിലെ പോകണേ. ഭാര്യയും ഭർത്താവും കൂടെ ഈ നാട്ടിലെ യതീമായ മക്കളുള്ള വീട്ടിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് യതീമായ മക്കളെ കണ്ടാൽ അവരടുത്തേക്ക് വിളിച്ചിട്ട്, മോനെ, വാപ്പ മരിച്ചു പോയാലും നീ ഭയപ്പെടണ്ട, ഞങ്ങളുണ്ടല്ലോ മോനെ, നിനക്ക് ഞങ്ങളുണ്ടല്ലോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോട് അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടു യതീമിന്റെ തലയിൽ കൈവച്ച് തടകണേ. യതീമിന്റെ തലയിൽ കൈവച്ച് തടകണേ. എന്റെ പ്രതിഫലമെന്നറിയുമോ? എന്റെ പ്രതിഫലമെന്നറിയുമോ? യതീമിന്റെ തലയിൽ കൈവച്ച് തടകിയ ആ മോന്റെ തലയിൽ നിന്ന്, ആ കുഞ്ഞിന്റെ തലയില് എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. യതീമായ
മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകണം. എത്ര രോമം കൊള്ളുന്നുണ്ടോ അത്രയും രോമം കൊള്ളുന്നതിനനുസരിച്ച് അല്ലാഹ് നീ ചെയ്ത പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാളെ രാവിലെ യതീമിന്റെ വീട് തേടിയിട്ട് പോ. യതീമിനെ സ്നേഹിക്ക്, യതീമിനെ സഹായിക്ക്, യതീമിനെ ചുംബിക്ക്. യതീമിനെ സ്നേഹിച്ചാൽ നാളെ മുത്ത് നബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ നമ്മളിൽ പലർക്കും ഇതറിയാം, നമുക്കിതിന്റെ മഹത്വമൊക്കെ അറിയാം, എന്നാലും തിരിഞ്ഞു നോക്കൂല, എന്നാലും പരിഗണിക്കൂല, എന്നാലും സഹായിക്കില്ല. പക്ഷെ ആർക്കറിയാമായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന് അറിയാമായിരുന്നു യതീമിന്റെ വില, യതീമിന്റെ മഹത്വം സഹാബത്തിന് അറിയാമായിരുന്നു. അള്ളാഹുവെ പടച്ചവനെ, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കേട്ടോ എല്ലാരും കേട്ടോ, പെങ്ങന്മാരൊക്കെ കേട്ടോ ഒരു ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തത്ത് യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിനെ തെരഞ്ഞെടുത്തു. ഒരു യുദ്ധത്തിന് പോകാനുള്ള സഹാബത്തിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് 3 സഹാബികളെ പിടിച്ചു മുന്നിൽ നിർത്തി നേതാക്കന്മാരായിട്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. ആദ്യം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 2 നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 3 നീ, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഹാബത്തെ നിങ്ങളിൽ ആരെങ്കിലും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ. മരിക്കുന്ന പറഞ്ഞേ. യുദ്ധത്തിന് മുമ്പ് തന്നെ മരണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പോയി ഒരുങ്ങിട്ട് വരാൻ. എല്ലാം കൂടെ വീട്ടിൽ പോയി. സഹാബത്ത് മുഴുവനും വീട്ടിലേക്ക് പോകുമ്പോ ഈ 3 നേതാക്കന്മാർ രണ്ടാമത് നിന്നത് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല. ഈ ചങ്ങാതി ഓടിയ തുള്ളിച്ചാടിയിട്ട പോവാ വീട്ടിലേക്ക്. നമുക്ക് അങ്ങനെ തുള്ളിച്ചാടണമെങ്കിൽ ചാകര വല്ലതും കിട്ടണം. അല്ലാഹുവേ, ഈ സഹാബി തുള്ളിച്ചാടിയിട്ട് വീട്ടിൽ പോവാ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. സ്വപ്നം കാണാനേ പറ്റൂ. സാലിഹത്തായ ഭാര്യ ഭർത്താവിനെ കാത്ത് എവിടെ നിൽക്കും? എവിടെ നിൽക്കും? വീടിന്റെ മുന്നിൽ. 9 മണിക്ക് വരുന്ന ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ സാലിഹത്തായ ഭാര്യ, പണ്ടത്തെ പെണ്ണുങ്ങൾ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കും. ഭക്ഷണം കഴിക്കാറില്ല. ഭർത്താവ് കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ തിന്നും. ഇന്ന് ഭർത്താവ് വരുന്നതിന് മുമ്പേ തിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാകും. അതാവസ്ഥ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്താക്കുമാറാകട്ടെ. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ. എവിടാ ആലോചിക്കേ? പണ്ടത്തെ പെണ്ണുങ്ങള് ഇങ്ങനെ നിൽക്കും. ഇക്ക വന്നു കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കും, ചിരിക്കണ മുഖത്തോടെ സ്വീകരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഇക്ക എഴുന്നേറ്റതിന് ശേഷം അവിടെ പോയിരുന്ന അതേ പാത്രത്തിൽ തിന്നും. അതാ പെങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിയും കൂടി ഇരിക്കുമ്പോൾ ഒരാള് പാല് കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി കുടിച്ചില്ല, ആയിഷാ ബീവിക്ക് കൊടുത്തു. ആദ്യം ഭാര്യയ്ക്കാ കൊടുക്കണ്ട കുടിക്കാൻ. മുത്തുനബി ആദ്യം ആയിഷാ ബീവിക്ക് കൊടുത്തു. കുടിക്കാൻ ആയിഷ കുടിച്ചു. എല്ലാം കുടിച്ചു. കുറച്ചു കുടിച്ചു. മദി നബിയെ കുടിക്കുന്നു, വയറ് നിറച്ച് കുടിച്ചു ഇങ്ങോട്ട് കൊടുത്തു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ തെരയ. ആ പാത്രത്തിന്റെ ചുറ്റുഭാഗം മുഴുവൻ ഇങ്ങനെ തെരയണം. എന്തേ നബിയെ നോക്കണേ? നീ എവിടെ ചുണ്ടു വെച്ച് കുടിച്ചെന്ന് നോക്കൂ ആയിഷ. നീ എവിടെയാണ് നിന്റെ ചുണ്ടു വെച്ചത് നോക്ക. ആ കിട്ടി, അൽഹംദുലില്ലാ. അവിടെ വെച്ച് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ആയിഷാ ബീവിയുടെ ചുണ്ട് എവിടെ വെച്ച് കുടിച്ചോ അതേ സ്ഥലത്ത് മുത്തി നബിയുടെ ചുണ്ട് വെച്ചിട്ട് കുടിച്ചു. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് മരിച്ചപ്പോ, എന്റെ മുത്തുനബി മരിച്ചപ്പോ അവസാനം കുടിച്ചത് എന്റെ ഉമ്മനീരാ. എന്റെ ഉമ്മനീര്. 18 വയസ്സേ ഉള്ളൂ. 16 or 18 വയസ്സ് ആയിഷാ ബീവിക്ക് മുത്തുനബി വഫാത്താകുമ്പോ മുത്തുനബിയുടെ പല്ല് തേച്ചു കൊടുത്ത് എങ്ങനെന്നറിയോ? ആയിഷാ ബീവിയുടെ വായിക്കകത്ത് വെച്ച് മിസ്വാക്ക് ചവച്ചരച്ചിട്ട് ആ ഉമ്മനീരോട് കൂടി ആ പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം, എങ്കിലേ സ്നേഹം ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അക്കരെ ഇക്കരെ തന്നെ. ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നണം, കൂടെ കിടന്നാൽ മാത്രം പോരാ. ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം. പണ്ടതാ അല്ലാഹുവേ, അടിയും പഴക്കും ഉണ്ടായ എന്തൊക്കെ ചെയ്താലും അവൻ എന്റെ കൂടെ പറപ്പല്ലേടാ. അതാ എന്തുകൊണ്ടെന്നറിയോ? സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ വീട്ടിൽ വലിയൊരു പാത്രം, പാപ്പ, ഉമ്മ, കൂടപ്പുറപ്പുകള് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനകത്തുനിന്ന് തിന്നും. അതുകൊണ്ട് സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നോ ഉമ്മ വാരി കൊടുത്ത തിന്നില്ല. നമ്മളാലോചിക്കേ, നമ്മുടെ ഉമ്മ നമുക്ക് ഒരു ചട്ടിക്കകത്ത് അങ്ങോട്ട് ചോറും വാരിയിട്ട് ഇത്തിരി കറി ഒഴിച്ചങ്ങോട്ട് സിമെന്റ് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് വാരി തരും. നമ്മളിങ്ങനെ കാത്തിരിക്കും, വേണോടാ? വേണം ഉമ്മ, വാരി തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.
ഇന്ന് പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ചട്ടിക്കകത്തല്ല പാത്രത്തിനകത്ത് ചോറും കറി ഇട്ടിട്ട് മക്കള് കാണുമെന്ന് ഇളക്കണം, എന്നിട്ട് കുഴച്ചു വാരിയിട്ട് 5 വയസ്സുള്ളവനോട് വേണോടാ, വേണ്ട ഉമ്മ നിങ്ങൾ ഇന്നോളാൻ, കാരണം അവൻ വിചാരിക്കുന്നത് വേസ്റ്റാന്നാ. ഇതാ ഇന്നത്തെ കാലം. അള്ളാഹുവെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുക, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവ് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ നോക്കി നിൽക്കുക. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചാടി ചാടി വരിക. എന്തേ ജൗഫർ എത്ര സന്തോഷം? ഭാര്യ ചോദിക്കുക, എന്തേക്ക് എത്ര സന്തോഷം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു, അതിന്റെ സന്തോഷമാണ്. അള്ളാഹുവെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും വീടിന്റെ അകത്ത് കയറി ഭക്ഷണമെല്ലാം കഴിച്ചു. അവസാനം റെഡിയായി. ഭർത്താവിന് യുദ്ധത്തിന് പോകാൻ ഭാര്യ തന്നെ ഒരുക്കി കൊടുത്തു. അവസാനം ആ സഹാബി തന്റെ പൊന്നാര മക്കളുടെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഭാര്യയുടെ മുന്നിൽ വന്നു. ആ സഹാബിക്കറിയാം ഇനി വരൂല്ല, ആ സഹാബിക്കറിയാൻ ഇനി വരൂല്ല എന്ന്. സഹോദര തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, അസ്മാ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ മുന്നേ വെച്ച് കാണാൻ കേട്ടാ. സലാം പറഞ്ഞു ഇറങ്ങിപ്പോയി. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി. സഹാബത്ത് മുഴുവനും അവിടെ നിന്ന്